എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുറിവുണക്കുന്ന ഒരു ചെടീനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുറിവൊട്ടി, മുറികൂട്ടി എന്നൊക്കെ പേരുള്ള ഈ ചെടിയുടെ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് പറയാറ്. ഈ ചെറിയ തണ്ടോടുകൂടി ഒടിച്ചിട്ട് ആ പശ മുറിവിൽ ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഈ കായ ഈ ചെടിയുടെ വിത്താണ് കേട്ടോ. ഇത് ഇന്ന് നമുക്ക് മുളപ്പിക്കാം. അതുകൂടാതെ ഇതിൻ്റെ കൊമ്പൊടിച്ച് കുത്തിയാലും ഈ ചെടി നന്നായിട്ടുണ്ടാവും. ഇത് നല്ലൊരു ചെടിയാണ് കേട്ടോ. നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടുപറമ്പിൽ ഒരെണ്ണം നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആവശ്യം വരുമ്പോൾ നമുക്ക് എവിടെയും അന്വേഷിച്ച് പോകണ്ടല്ലോ. ഈ ചെടിയുടെ ഒരു കമ്പ് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊടിച്ച് കിട്ടണ വരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പപ്പായയുടെ ഇലനോടും പിന്നെ കൊള്ളിയുടെ ഇലനോടൊക്കെ ഒരു സാമ്യമുള്ള ഇലയാണ് ഇട്ടത്. പിന്നെ ഇതിൻ്റെ തണ്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയൊരു രോമം പോലെയൊക്കെ ഇങ്ങനെ കാണാം. അതൊക്കെയാണ് ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള വഴി. ദേ ഇപ്പം കണ്ടോ, ഈ ഇല പൊട്ടിച്ചിട്ട് ആ ഉറ്റി വീഴുന്ന ആ പശയാണ് മുറിവിൽ ഇറ്റിച്ചു കൊടുക്കേണ്ടത്. ഞങ്ങളുടെ വീടിനടുത്തുള്ള വീട്ടിലെ ചെടിയാണ് കേട്ടത്. ഞാനിവിടെ നിന്നൊരു കൊമ്പ് കൊണ്ടുപോയി നട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് അതൊന്ന് പിടിച്ചില്ല. ഇവിടുത്തെ ചേച്ചി മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് തന്നെ പെരട്ടാറ്. അപ്പം ചേച്ചി പറയണം നമുക്ക് കേൾക്കാം. ആ തുള്ളി വീണിട്ടുണ്ടെങ്കിൽ നല്ല വേദന ഉണ്ടാവോ? ആ നല്ല നീറ്റുണ്ടാവും. അപ്പ തന്നെ ഒഴിക്കണമെന്നുണ്ടാ? അപ്പ തന്നെ ഒഴിച്ചാൽ അത്രയും നല്ലത് അല്ലേ? അത്ര നേരം ഒഴിക്കണം, അങ്ങനെയുണ്ടാ? അതല്ല, അത് പിന്നെ കഴുകാനോ? ഇതിൻ്റെ പൂവാണ് കേട്ടോ. ഈ പൂവാണ് പിന്നെ കായാവണത്. ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ചെടിയാണ്. ഇതിപ്പോൾ ഒരു 8 മാസമായിട്ടുണ്ട്. ഇവിടെ ചേട്ടന് ഒരു പ്രാവശ്യം നെറ്റിയിലൊരു നല്ല മുറിവുണ്ടായി. അപ്പോൾ വെല്ലിച്ചൻ്റെ മോൻ്റെ വീട്ടിൽ നിന്ന് ഈ ചെടിയുടെ തണ്ടൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നടാൻ വേണ്ടിയിട്ട് ഒരു കമ്പും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നട്ടിട്ട് വളർന്നു വന്നതാണ് കേട്ടോ അത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് 2-3 വീട് അപ്പുറമാണ് ആ ചേച്ചിയുടെ വീട്. അപ്പോൾ അവിടെ ഈ ചെടിയുള്ള വിവരം ചേട്ടൻ അറിയണ്ടായില്ല. അപ്പോൾ വെല്ലിച്ചൻ്റെ മോൻ്റെ വീട്ടിൽ ഈ ചെടി ഉണ്ടെന്ന് അറിയാം. അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടാണ് അന്നത് കൊണ്ടുവന്നത്. മുള്ള് ആരൊക്കെ കയറിയാൽ ഒരു ചെടിയുടെ പശ കൊണ്ട് എളുപ്പത്തിൽ എടുക്കാവുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.